Welcome to Lifeline TV. The entrepreneurial mind. എങ്ങനെയാണ് ഒരാൾക്കൊരു സംരംഭകൻ്റെ മനസ്സെന്തായിരിക്കും? നമുക്ക് ചിന്തിക്കുക എന്തൊക്കെയാണ് ഈ entrepreneursൻ്റെ ക്വാളിറ്റീസ് എന്ന്. entrepreneurs എപ്പോഴും ആംബീഷ്യസ് ആണ്. ദേ ആർ ഡിസിപ്ലിൻഡ്. ഞാൻ നോക്കിയൊരു കാര്യം, ആയിരക്കണക്കിന് ബില്യണേഴ്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ മിക്കവാറും ആൾക്കാർ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. പിന്നെ സ്കൂളിലോ കോളേജിലോ ഉള്ള പഠനത്തിന് അപ്പുറത്തേക്കായിട്ട് റിസോഴ്സ്ഫുള്ളാണ്. അവർ ഒരുപാട് പഠിക്കും, കോൺഫിഡൻ്റ് ആണ്. അവർ കിട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും 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 അവർ ചിന്തിക്കുന്നുണ്ട്. വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ്. മനസ്സുകൊണ്ട് അവർ വലിയ വലിയ അച്ചീവ്മെൻറ്റ് ഓൾറെഡി അങ്ങ് നേടും. ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇങ്ങനെ ചാടി അങ്ങ് പിടിക്കും. എന്നിട്ട് അതിന് വേണ്ടി അങ്ങ് കൂട്ടുവാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മളൊരു 20 സെൻറ്റ് സ്ഥലം വരുവാണെങ്കിൽ ആദ്യം ഒരു അഡ്വാൻസ് അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞ് പൈസ അങ്ങ് ഉണ്ടാക്കുവാണ് എന്ന് പറഞ്ഞതുപോലെ പൈസ തന്നെ അങ്ങ് ഉണ്ടായി വരുവാണ് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പൊസിഷനിലേക്ക് അങ്ങ് പൊസിഷൻ ചെയ്യുകയാണ്. എന്നിട്ട് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തുകയാണ്. എല്ലാത്തിനും അവർക്കൊരു ആൻസറുണ്ട്. അവർ വളരെ പേഷ്യൻ്റാണ്. വളരെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നതാണ്. പാഷനേറ്റാണ് അവരുടെ കാര്യത്തിൽ. അവരുടെ ബിസിനസ്സിനെ കുറിച്ച് അവർക്ക് നല്ലതുപോലെ അറിയാം. അതിനകത്ത് അവർ വളരെ പഠിച്ചു ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നു. പേഴ്സണൽ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. വെൽ ഓർഗനൈസ്ഡ് ആണ്. എപ്പോഴും അവരിലൊരു ആകർഷണീയത നിൽക്കുന്നുണ്ട്. റിലയബിളാണ്. ഹൈലി ക്രിയേറ്റീവാണ്. വളരെ ഇന്നൊവേറ്റീവാണ്. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് അറിയാനും അതുപോലെ തന്നെ അവശരായി പോകാനല്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ഒരു റീകുപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ബ്രേക്ക് എടുക്കാറുണ്ട്. മിനി ബ്രേക്സ് എടുക്കാറുണ്ട്. മണി വളരെ സൂക്ഷിച്ചാണ് ഓരോ ബില്ലുകളും പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. എപ്പോഴും ഫിസിക്കൽ ഹെൽത്ത്. ഒരു കാര്യം ഞാൻ നോക്കിയൊരു കാര്യം, ഈ ബില്യണേഴ്സ് ഒരുപാട് പേര് നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പറഞ്ഞാൽ ഫിസിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് യുദ്ധങ്ങൾ കീഴടക്കുന്ന പോലെ സാമ്പത്തിക വേൾഡ് കീഴടക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് വർക്ക് എത്തിക്സ് ഉണ്ട്. അൺഎത്തിക്കലായിട്ടുള്ള ബില്യണേഴ്സ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു ഇതിൽ പറയാം, വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ വലുതാണ്. സ്റ്റാൻഡേർഡ്, അവർ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച് ഹൈ സ്റ്റാൻഡേർഡും പിന്നെ എപ്പോഴും ദിവസം മുഴുവനും നല്ല എനർജിയിൽ നിൽക്കും. നല്ല ഇൻറ്റഗ്രിറ്റി അവർ പാലിക്കാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ തീരുമാനത്തിനൊക്കെ ഇൻഡിപെൻഡൻസ് വളരെ കൂടുതലാണ്. ഒരു എപ്പോഴും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അവർ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് അവർ വളരെ നന്നായിട്ടുള്ള നോളജുണ്ട്. ബിസിനസ് നോളജ്. ഓൺട്രപ്രനേഴ്സ് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണ്. അവരെവിടെ നോക്കിയാലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ പെട്ടെന്ന് അവർ കണ്ടെത്താറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫൈനാൻഷ്യൽ റിസ്ക് എടുക്കാൻ അത്ര പേടിയൊന്നുമില്ല. കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ റിവാർഡ്സ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടറാണ് അവർ, കിക്ക് സ്റ്റാർട്ടർ അല്ല. വളരെ പാഷനേറ്റാണ്. അവരെപ്പോഴും ആ പാഷനുമായിട്ടാണ്. ഈ മനസ്സിൻ്റെ മൈൻഡ് പവർ നമ്മൾ പഠിക്കാൻ ഏറ്റവും നല്ല പാഠപുസ്തകം ശരിക്കും പറഞ്ഞാൽ ബില്യണേഴ്സാണ്, ഓൺട്രപ്രനേഴ്സാണ്. അവരിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവർ ഓരോ ടാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ഗോൾ എങ്ങനെയാണ്, ഓരോ പ്രോജക്റ്റ് എങ്ങനെയാണ്. സക്സസ്ഫുൾ ബിസിനസ് പീപ്പിളിനെല്ലാം ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. നല്ല റിലേഷൻഷിപ്പ്, അവർ നല്ലപോലെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ്. പേഴ്സണൽ ബ്രാൻഡ്, വാങ്ങിച്ചാൽ കൊടുക്കും, പറഞ്ഞാൽ വാക്ക് പാലിക്കും. സോളിഡായിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റാറ്റസാണ് ബാക്കിയുള്ള. കാര്യവിവരം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. എവിടെ ചെന്നാലും അവരൊരു പോസിറ്റീവ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നതാണ്. മുണ്ട് കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും ആൾക്കാർ അവരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ, ഒരു കല്യാണത്തിന് പോയാൽ പോലും അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടതാണ് അവർ കൊടുക്കുന്നത്. ആൾക്കാർക്ക് വേണ്ടത് അവരപ്പം തന്നെ കൊടുക്കുന്നു. കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ആണ് അവർ പലപ്പോഴും കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പല ക്ലബ്ബുകളിലൊക്കെ ചേരുന്ന ആൾക്കാർ, കാരണം അവിടെ നിന്നെല്ലാം പുതിയ എൻറിച്ച്മെൻറ്റും കണക്ഷൻസും ബന്ധങ്ങളൊക്കെ അവർക്ക് വേണം. ബിസിനസ് അസോസിയേഷൻസിന് കോസ്റ്റ്ലി ആണെങ്കിൽ അവർ ചേരും. എക്സ്പോയ്ക്ക് പോകും. അവർ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പഠിക്കും. മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. മറ്റുള്ളവർ പറഞ്ഞ് കളയത്തില്ല. അവർക്കൊരു ബിസിനസ് സെൻസ് എപ്പോഴും ഉണ്ട്. ബിസിനസ് സ്കില്ല് അവർ ആർജിക്കും. ബിസിനസ്സിനെ കുറിച്ച് പഠിക്കും. ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ 10th പോലും പാസ്സാകാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെയൊക്കെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ആൾക്കാർ എന്നിട്ട് എന്നോടത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല, പക്ഷെ അവർ പറയുന്നത് വലിയ ഉൾക്കാഴ്ചയോടുകൂടി എല്ലാ സെമിനാറുകളിലും പങ്കെടുക്കും.
ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കും, വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ലൈഫ് ലോങ് ലേണേഴ്സാണ് സക്സസ്ഫുൾ ആൾക്കാർ. പ്രത്യേകിച്ചും ബിസിനസ്സുകാർ എപ്പോഴും ലൈഫ് ലോങ് ലേണേഴ്സ്, എല്ലാ ദിവസവും പഠിക്കും. അവർക്കതറിയാം, അവർക്ക് കിട്ടേണ്ട സാധനം എവിടെ പോയും അവരെ കണ്ടെടുക്കും. അവർ ഐഡിയലായിട്ടുള്ള സാധനത്തെക്കുറിച്ച് അത് മാത്രമാണ് അക്യൂർ ചെയ്യുന്നത്. അവരുടെ ഒരു മൈൻഡിൻ്റെ പവർ. ദേ ആർ വിഷണറീസ്. ഈ വിഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വിചാരിച്ചോണം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉള്ളതായിരിക്കുമെന്ന്. പിന്നെ ഇവരെല്ലാം വളരെ യുണീക്കാണ്. എപ്പോഴും ഉണ്ടാക്കുന്നതും അവരുടെ ബിഗ് ഗോളുകൾ അവർ നേടുന്നതും ബിഗ് ഫ്യൂച്ചറിനെ കുറിച്ച് അവർ കാണുന്നതും അവരെന്താണ് വെരി വെരി ബിഗ് വിഷൻ അബൌട്ട് വാട്ട് ദേ വോണ്ട് ടു അച്ചീവ്, എന്തുണ്ടാക്കണം, എന്തൊക്കെ അവർക്ക് വളരെ വെച്ചാണ്. വില കുറഞ്ഞ സാധനങ്ങളല്ല അവർ വാങ്ങിക്കുന്നത്, വില കൂടിയ സാധനങ്ങളാണ്. എപ്പോഴും എനിക്കൊരു എൻകറേജ്മെൻറ്റ്, ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു എൻകറേജ്മെൻറ്റ് പലപ്പോഴും സീനിയർ ലെവലുള്ള പ്രോഗ്രാമിന് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, അവർ കൊടുത്തേ കഴിഞ്ഞും 10-100 ഇരട്ടി അവർക്ക് മുതലായി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇട്ടേക്കുന്ന ഫീഡ്ബാക്കൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. ഇവരെപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബൈയിങ് ഫ്രീക്വൻസി കൂട്ടാനായിട്ട്, കസ്റ്റമർ വാല്യൂ കൂടാനായിട്ട്, പർച്ചേസ് വാല്യൂ കൂട്ടാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് പർച്ചേസ് കിട്ടാനായിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതെന്നുള്ളതാണ്. ഇവരുടെ മൈൻഡ് പവറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അവരൊരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വരാൻ നിൽക്കുകയല്ല, അവർ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യുകയാണ്. ഓപ്പർച്യൂണിറ്റീനെ അവർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി അവർ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവർ ഈ മൊമെൻറ്റ് കണ്ടെത്തുകയാണ്. ദേ ആർ ക്രിയേറ്റിംഗ് മൊമെൻറ്റ്സ്. അവരുടെ ഇതിനെല്ലാം ഒരു യുണീക്ക് രീതികളുണ്ട്. ഇതിനെല്ലാം ഏറെക്കുറെ ഏതാണ്ട് സെയിം പാറ്റേൺസാണ്. അതേപോലെ തന്നെ അവർ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വാല്യൂ അഡീഷൻ, റോഡ് വൈഡൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ജനക്ഷേമപരമായുള്ള കാര്യം, ചാരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് ചെയ്യാറുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യന് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുക, നല്ല ഗ്രൂപ്പുമായിട്ട് ചേരുക, ചാരിറ്റീസിൽ മുന്നോട്ട് വരിക, നല്ല പാർട്ട്ണർഷിപ്പിനൊക്കെ മറ്റുള്ളവരെ പിടിച്ച് കൂടെ കൂട്ടുക, അബണ്ടൻസ് സെൻസ് ഉള്ളതുകൊണ്ടാണ് അവർ. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് റെഫറൽ ചെയ്ത് കൊടുക്കും. റിസീലിയൻസ്, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരത്തേക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വല്പം കഴിയുമ്പോൾ അവർ നല്ല ഉന്മേഷത്തോടു കൂടി വരും. പിന്നെ ഏത് ഫിയർ ഉണ്ടെങ്കിലും ഈ ബന്ധിനൊക്കെ അവർ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ക്രിറ്റിസിസത്തെ ഒന്നും അവർക്ക് പേടിയില്ല, റിജക്ഷനെ പേടിയില്ല, സെറ്റ് ബാക്കോ ബുദ്ധിമുട്ടോ ഫെയിലിയർ ഒന്നും വന്നു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ട് നിർത്തുകയല്ല. അവരൊരിക്കലും മിസറബിൾ ആകാറില്ല. ബിസിനസ് പോയാലും അതുപോലെ തന്നെ തിരിച്ചവർ കയറും. അപ്പോൾ എപ്പോഴും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ മൈൻഡിൻ്റെ ഒരു പ്രത്യേകത. ഇവർ കാണുന്ന ഒരു മനഃശക്തിയാണ് ഇവരിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അവരെ ഒരു വിധത്തിലും ഡെസ്പറേറ്റ് ആകാനോ 1, 2, 4, 5 ബിസിനസ് തകർന്നുകൊണ്ട് അവർ തകരുമില്ല. എപ്പോഴും സ്മാർട്ടറായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കഴിഞ്ഞ് ഹാർഡായിട്ടാണ് ചെയ്യുന്നത്. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഒരു ഗെയിം പോലെയാണ്. ബിസിനസ്സുകൾ ചെയ്യുന്നത് ഓരോ ഗെയിം വിജയിക്കുന്ന പോലെയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന കഴിഞ്ഞും കുറച്ചുകൂടെ കൂടുതൽ എത്ര പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ വന്നാലും ചിരിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അഡ്വേഴ്സിറ്റി ഒന്നും അവർക്ക് പ്രശ്നമായിട്ട് വരുന്നില്ല. അവർ എല്ലാ ദിവസവും ചേഞ്ചും അച്ചീവ്മെൻറ്റ്സും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നെറ്റ്വർക്ക്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഇഫക്റ്റീവാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഫക്റ്റീവും എഫിഷ്യൻറ്റുമാണ് അവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സക്സസ്ഫുൾ ടീമുണ്ട്. ഇവർ ലെവറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കാര്യം. സാധാരണ നമ്മൾ ദ ബില്യണയർ മൈൻഡ് സെറ്റിനകത്ത് ആദ്യത്തെ 2 ലെവലുകളിൽ തന്നെ ഏതാണ്ട് 40ഓളം വ്യത്യസ്തമായ ലെവറേജസ് പഠിപ്പിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായ എഫർട്ട് കൊണ്ട് ഏറ്റവും ഹൈയസ്റ്റ് റിട്ടേൺസ് ഉണ്ടാക്കാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്ന് നമ്മൾ നേരിട്ട് പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കണം. ആൾക്കാരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നോക്കുമ്പോഴെല്ലാം അതെല്ലാം ഇവരുടെ ഈ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പം മനഃശക്തിയുടെ ഒരു പര്യായമാണില്ല, വേറൊരു രൂപമാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എൻട്രപ്രനേറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സംരംഭകൻ്റെ മൈൻഡ് ഉണ്ടാകുക. ഇത് കോപ്പി ചെയ്യാം. സക്സസ് ഈസ് റിപ്പീറ്റബിൾ, സക്സസ് ഈസ് ലേണബിൾ. ഇവരിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാം. 1000 ബില്യണേഴ്സിനെ കുറിച്ച് കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ആകാനായിട്ടുള്ള റൂട്ട്, വഴി, മെത്തേഡ്, സിസ്റ്റം, ഐഡിയാസ് എല്ലാം കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ നമ്മളൊരു എൻട്രപ്രനേറിയൽ അതിനൊരു വാസന ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ആയി തീരാനൊരു ഉറച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.